ഹായ്. ഇന്ന് ദൈവം നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളേറെ പരിശ്രമിച്ചിട്ടും ഫലം കാണുന്നില്ലേ? ഈ വർഷത്തെ ഏപ്രിൽ മാസം ബിസിനസ്സിൻ്റെ വർഷം തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച സങ്കീർത്തനം ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. സങ്കീർത്തനം 65 ഒരു വലിയ രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്. ഹായ്, എൻ്റെ പേര് ഏലിയാമ്മ രാജൻ. ഞാൻ ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ താമസിക്കുന്നു. കുടുംബമായിട്ട് കഴിഞ്ഞ 25 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 2-3 വർഷമായി ഞാൻ ചർച്ചിൽ പുതിയ കുടുംബങ്ങളൊക്കെ വരുന്നുണ്ട്. ഹിന്ദിക്കാരാണ്. അവരോട് സഹോദരിമാർക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. ഒന്നും അറിയാത്ത സഹോദരിമാർക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. അതവർക്ക് ഏറ്റവും അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അനുഭവമായ എന്നോട് ദൈവം ഇടപെട്ട ഒരു സങ്കീർത്തനമാണ് 65 സങ്കീർത്തനം. അത് നിങ്ങൾക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 65 9 മുതൽ 13 വരെ വചനങ്ങൾ നമുക്ക് വായിക്കാം. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ ഒഴുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ച് നിർത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ സംവത്സരങ്ങൾ എന്ന് പറയുന്ന വർഷമാണല്ലോ. അപ്പം നമ്മുടെ വർഷങ്ങളൊക്കെയും നമ്മുടെ ബിസിനസ്സിൻ്റെ വർഷങ്ങളൊക്കെയും ദൈവം അനുഗ്രഹമാക്കി തീർക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് 11-ാം വാക്യത്തിൽ, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ദൈവത്തിൻ്റെ നമ്മൾ ഈ വചനങ്ങൾ 65 സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ വചനം ആദ്യം മുതൽ പല പ്രാവശ്യം വായിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് വിശ്വാസത്തോട് പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് സഫലമായി തീരുന്നത്. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും വചനം ബൈബിൾ എടുത്ത് ഈ സങ്കീർത്തനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. അത് വിശ്വാസത്തോട് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ കുറച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ നമ്മൾ സ്തുതികളുമായിട്ട് കടന്നു വരിക. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് സ്തുതി ചെയ്യുക, ദൈവത്തിന് സ്തുതി കരയേറ്റുക. അത് ദൈവത്തിന് യോഗ്യമായിട്ടുള്ള കാര്യമാണ്. 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിൻ്റെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക് അടുത്ത് ചെല്ലാം. അതുപോലെ 3-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നമ്മളുടെ അതിക്രമങ്ങളെയൊക്കെ ക്ഷമിച്ചു തന്ന കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ ദൈവത്തോട് ഏറ്റു പറയേണ്ട ആവശ്യമുണ്ട്. ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തരും. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമ്മൾ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 9:30 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവസന്നിധാനത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരണത്തോടുകൂടി ദൈവസന്നിധാനത്തിൽ അടുത്ത് വരണം. അവിടെയുള്ള കുറേ വചനങ്ങൾ നമുക്ക് നോക്കാം. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിന് ആശ്രയമായിരിക്കും ഞങ്ങളുടെ രക്ഷാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങൾ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരം വരളുന്നു. ദൈവം നമുക്ക് ഭയങ്കര കാര്യങ്ങളാലാണ് ഉത്തരം വരളുന്നത്. അത് എല്ലാ ജനത്തിനും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആര് കർത്താവിൻ്റെ സന്നിധാനത്തിൽ വിശുദ്ധിയോടെ വേർപാടോടെ
സ്തുതിയോടുകൂടി അടുത്തു വരുന്നു. ദൈവം അവർക്ക് ഉത്തരം വരലും ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം വരലും. അവൻ ബലമരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. ദൈവം സർവശക്തിമാനായ ദൈവമാണ്. അവൻ നമ്മുടെ പർവ്വതങ്ങളെയൊക്കെ ഉറപ്പിക്കുന്നു. ഈ വചനങ്ങളൊക്കെ നമ്മുടെ പേര് പറഞ്ഞ് നമ്മൾക്കായിട്ട് വാഗുകൊണ്ട് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറ്റുന്നത്. ഭൂസിംഹാസകളും അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. നമ്മളൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് ചിരിക്കുന്നു എന്ന്. അപ്പം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. അവൻ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ജാതികളുടെ കലഹത്തെ ശമിപ്പിക്കുന്നവനാണ്. 8-ാം വചനത്തിൽ ഭൂസിംവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അവൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആ വെള്ളം എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന വെള്ളമാണ്, ദൈവവചനമാകുന്ന വെള്ളമാണ്. അത് ദൈവത്തിൻ്റെ നദിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾക്ക് എന്ത് ചെയ്യണം? അവൻ്റെ അടുത്തേക്ക് ചെന്ന് കുടിക്കണം. അല്ലല്ലോ, ആ നദിയിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു? ഭൂമിയെ നനയ്ക്കുന്നു, പുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. ഭൂമിയെ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഒത്തിരി മുഴുവനും ഭൂമിയാണല്ലോ. എന്നാൽ നമ്മുടെ ഭൂമിയെ ദൈവം അനുഗ്രഹിക്കും, പുഷ്ടിയുള്ളതാക്കി തീർക്കും. അവൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന നമുക്ക് സമയം ചെലവഴിക്കുമ്പോഴാണ്, വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വചനങ്ങളൊക്കെ ഒന്ന് ഏറ്റു പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ധാന്യം എന്താണ്? ഒരു ഇൻപുട്ടാണ്, നമ്മുടെ ഔട്ട്പുട്ടാണ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫലമാണ് അല്ലേ. അതിൻ്റെ 10-ാം വചനത്തിൽ നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ചു നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ഒരു കൃഷിക്കാരന് തൻ്റെ ഭൂമിയെ എങ്ങനെ ഒരുക്കുന്നു, ആ ഒരു വിത്തുകൾ വിതയ്ക്കാൻ വേണ്ടി, അതുപോലെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഭൂമിയെ നനച്ച് കട്ടകളെ ഉടച്ചു നിർത്തി മഴയാൽ അതിനെ മണ്ണിനെയൊക്കെ കുതിർത്ത് നല്ല ധാന്യം കിട്ടുന്ന രീതിയിൽ അതിനെ ഒരുക്കുന്നു. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവസന്നിധാനത്തിൽ കടന്നു വരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബിസിനസ് അനുഗ്രഹമായി തീരണോ പ്രിയരെ? അങ്ങനെയെങ്കിൽ നമ്മളെ തന്നെ ദൈവസന്നിധാനത്തിൽ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ അടുത്ത് വരേണ്ട ആവശ്യമുണ്ട്. 11-ാം വചനത്തിൽ പറയുന്നു, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. സംവത്സരം എന്ന് പറഞ്ഞ വർഷമാണല്ലോ. ഈ സംവത്സരത്തെ, ബിസിനസ്സിൻ്റെ സംവത്സരത്തെ കർത്താവ് അതിൽ നന്മ കൊണ്ട് അലങ്കരിക്കും. നന്മ കൊണ്ട് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ കണ്ട് അത്ഭുതം കൂർമാർ ഒരു അലങ്കാരം നമ്മുടെ ജീവിതത്തിൽ തരും. നിന്റെ പാതകളൊക്കെയും പുഷ്ടി പൊഴിക്കുന്നു. അനുഗ്രഹം കൊണ്ട് പുഷ്ടി പൊഴിക്കുക. പുഷ്ടി എന്ന് പറഞ്ഞാൽ സമൃദ്ധിയെ കാണിക്കുന്നത്. നമ്മുടെ പാതകളെല്ലാം കർത്താവ് പുഷ്ടിയുള്ളതാക്കി തീർക്കും. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മരുഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമില്ലാതെ, വെള്ളമില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയിൽ എന്താണ്? പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ആ ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മരുഭൂമിയായിരിക്കുന്ന അവസ്ഥയെല്ലാം മാറ്റി പുഷ്ടി പൊഴിപ്പിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. ഹല്ലേലൂയ. കുന്നുകൾ എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങൾ, ഹല്ലേലൂയ, എല്ലാം അത് ഉല്ലാസം ധരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കാണുന്ന സകല വിഷയങ്ങളിന്മേലും ദൈവം ഉല്ലാസം ധരിപ്പിക്കും. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതുപോലെ മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ പുൽപ്പുറങ്ങൾ, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ എന്തായിത്തീരും? മേച്ചൽപ്പുറമായി തീരും.
അവിടെ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സമൃദ്ധിയുടെ അനുഭവമാണ് കാണിക്കുന്നത്. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ധാന്യം കൊണ്ട് അങ്ങ് മൂടിയിരിക്കുകയാണ് താഴ്വരകൾ, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. വലിയൊരു സന്തോഷത്തിൻ്റെ കൊയ്ത്ത് നമ്മളൊരു വചനത്തിൽ വായിക്കുന്നല്ലോ, കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യുമെന്ന്. അത് ആ വചനം പോലെയാണിത്. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. നമ്മൾക്ക് സന്തോഷിക്കുവാനുള്ള വകയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങളുടെ ബിസിനസ് സമൃദ്ധി ആയിട്ടില്ലയോ? നിങ്ങൾ ഈ വചനം പറഞ്ഞ് ദൈവസന്നിധാനത്തിൽ അടുത്ത് വന്ന് ദിനംതോറും ഈ വചനങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. എൻ്റെ ജീവിതത്തിലും വളരെ അനുഗ്രഹമായി തീരുന്നു. ഈ ഏപ്രിൽ മാസം 1-ാം തീയതി ദൈവം എനിക്ക് തന്ന വചനമാണിത്. ഞങ്ങളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഞാൻ ദിനംതോറും ഈ വചനം വായിക്കും. ഇവിടെ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഈ വചനം വായിക്കും. ദൈവം ഈ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹമായി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 1 മിനിറ്റ് പ്രാർത്ഥിച്ച് ഞാൻ ഈ വചനത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ വചനം അനുഗ്രഹമാക്കി തീർക്കണം. ബിസിനസ്സിലെ ഹല്ലേലൂയ ഇതുവരെ സഫലത കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബിസിനസ് അനുഗ്രഹമാക്കി തീർക്കണമേ. കുടുംബജീവിതത്തിലെ ഹല്ലേലൂയ അനുഗ്രഹം കൊടുക്കണമേ. ഏത് വിഷയത്തിലും കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ലഭിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവരുടെ ആ ഭാഗത്തെല്ലാം കർത്താവ് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൽ പറയുന്നു, ഞങ്ങളുടെ സംവത്സരങ്ങളെ നീ നന്മ കൊണ്ട് അലങ്കരിക്കാമെന്ന്. അതുപോലെ അടിയനെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. നിൻ്റെ നാമത്തെ നീ മഹത്വപ്പെടുത്തും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.